ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ 5 days ഐസ്ലാൻഡ് ട്രിപ്പ് ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ UK പറന്ന് ഐസ്ലാൻഡ് റിക്വജെക് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ സിറ്റിയിലോട്ട് ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. ഇത് നമ്മുടെ ഐസ്ലാൻഡിൻ്റെ ഒരു ഫ്ലൈറ്റ് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഹലോ ഗൈസ്, നമ്മൾ ഐസ്ലാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ ഒരു ക്യാമ്പർ വാൻ ബുക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ്. യാത്രയൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് ക്യാമ്പർ സൈറ്റ്. അതിന്ന് നമ്മുടെ വാനിന് കിട്ടാനുള്ള സമയം ആയിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പർ വന്നിട്ട് നിങ്ങൾക്ക് ക്യാമ്പറും ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. സത്യം പറയാലോ, അതൊരു 1.5 കാത്തിരിപ്പായിരുന്നു. നമ്മൾ ഒരു 12 മണിയോടുകൂടി എത്തിയിട്ടും 5 മണി 6 മണി വരെയൊക്കെ എത്തി. നമ്മളെ ക്യാമ്പർ ഒന്ന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വൺ വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ അവിടെ ഒരു കോഫി വെൻഡിങ് മെഷീൻ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിച്ചിട്ടാണ് ഞങ്ങളുടെ സമയം കളഞ്ഞിരുന്നത്. സത്യമായിട്ട് ഇന്ത്യ ക്യാമ്പേഴ്സ് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. നിങ്ങൾ വേറെ ഏതെങ്കിലും ക്യാമ്പേഴ്സ് ബുക്ക് ചെയ്യണമെങ്കിൽ നന്നായിരിക്കും. ഫസ്റ്റ് റിവ്യൂ ഇപ്പോൾ തന്നെ ഞാൻ പറയാം. പിന്നെ ഇതാണ് നമ്മുടെ ക്യാമ്പറിൻ്റെ ഉൾഭാഗം. നമുക്ക് 2 പേർക്ക് കിടക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ട്. നമ്മളിത് കയറിയിട്ട് ഇത് നമ്മുടെ ഫ്രിഡ്ജാണ്. ഒരു സൽക്കാലം ഐറ്റംസ് ഒക്കെ ഈ 5 ദിവസത്തിനൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ. പിന്നെ ഇടയിലൊരു സൂപ്പർ മാർക്കറ്റ് ഉള്ളതുകൊണ്ട് നിറയെ ഫില്ല് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടും അത് യൂസ്ഫുൾ ആണ്. പിന്നെ ഇപ്പം നമ്മൾ തുടക്കുന്നതാണ് നമ്മുടെ ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇതും പിന്നെ ബാത്റൂമിൻ്റെ ഒരു സെറ്റപ്പും ഉണ്ട്. പക്ഷേ നമ്മൾ ബാത്റൂമൊന്നും അധികം യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും അതിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ തന്നെ എടുത്ത് കളയണം. അപ്പോൾ വല്ലാതെ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും ഇനീഷ്യലി യൂസ് ചെയ്യാൻ. പിന്നെ ഇത് സിങ്കും കിച്ചണും, ഈ ഒരു 3 ഏരിയയാണ് കിച്ചൺ യൂണിറ്റ്. ഇത് ഗ്യാസ് ഇൻഡക്ഷനാണ്. അതാണ് ആ സംഭവം കാണുന്നത്. ഗ്യാസ് ആണ് ആക്ച്വലി. അത് തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻഡക്ഷൻ പോലെ തോന്നുമെങ്കിൽ അത് തുറന്ന ഗ്യാസ്, അത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ വീഡിയോ കാണിക്കുന്നതായിരിക്കും. പിന്നെ എല്ലായിടത്തും ഓരോ ഇത് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസസ് കൊടുത്തിട്ടുണ്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട്. ഇവിടെ 2 പേർക്ക് ഇരിക്കാം. അതിൻ്റെ കൂടെ ഒരു ടേബിളും ഉണ്ട്. പിന്നെ ആ ടേബിൾ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ഇപ്പുറത്തിരിക്കുന്ന ആൾക്കും കൂടെ ചായ കുടിക്കാൻ എളുപ്പമായിട്ട് ഇരിക്കാൻ പറ്റും. ഇവിടെ 2 പേർക്ക് ഇരിക്കാം. പക്ഷേ നമ്മൾ 5 പേരായതുകൊണ്ട് 2-3 പേർക്ക് ബാക്കിലിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് മാറ്റി വേറൊരു അവിടെ ഒരു എന്താ പറയുക, നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന പോലത്തെ ഒരു ചെയർ വേണമെങ്കിൽ മാറ്റി സെറ്റപ്പ് ചെയ്യും ചെയ്യാം കേട്ടോ. കാരണം അതിന് സീറ്റ് ബെൽറ്റ് ഇടാൻ പറ്റില്ല. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുന്ന സീറ്റിലിരിക്കാൻ വേണ്ടിയിട്ട് അത് മാറ്റി സെറ്റ് ചെയ്യണം. പിന്നെ ഇത് ഡ്രൈവർ ആൻഡ് പാസഞ്ചർ മറ്റേ സീറ്റാണത്. അങ്ങനെ അപ്പോൾ വണ്ടി നമ്മളൊന്ന് ചെക്ക് ചെയ്യാണ്. കാരണം നമ്മളെപ്പോഴും വണ്ടിയുടെ എല്ലാ ഭാഗവും ചെക്ക് ചെയ്തതിന് ശേഷമേ വണ്ടിയുടെ ഉള്ളിൽ കയറാവൂ. ആൻഡ് വീഡിയോ എടുത്ത് വയ്ക്കും വേണം. അങ്ങനെ നമ്മുടെ വണ്ടി നമ്മളുടെ ജോബിൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ജോബിനൊരു അടിപൊളി ഡ്രൈവിങ് ചെയ്യാൻ അറിയുന്ന ഒരാളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ പോകാൻ തുടങ്ങി. ഞാൻ പിന്നെ ഇനീഷ്യലി കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് ഫ്രണ്ടിലിരുന്നു എന്ന് മാത്രം. മറ്റേ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ആ ഒരു ഇതില്ലേ, നമ്മൾ യാത്ര ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഈ ബ്ലൂ കളർ ആ ഒരു ഫ്ലവർ, ലൂപ്പൈൻ എന്ന് പറയുന്ന ഫ്ലവറിൻ്റെ ഇത് കാണാൻ തുടങ്ങി. ഇത് ഐസ്ലാൻഡിൽ സമ്മർ ടൈമിൽ കാണുന്ന ഒരു ഫ്ലവറാണ്. നിങ്ങൾ ത്രൂ ഔട്ട് ദ വീഡിയോ മിക്കവാറും സമയങ്ങളൊക്കെ ഈ ഫ്ലവർ കാണാൻ ചാൻസ് ഉണ്ട്. അത് ഇവിടെ സിറ്റിയുടെ ഉള്ളിൽ പോലും നമുക്ക് കാണാൻ കഴിയും. പിന്നെ പുറത്തു പോയാൽ തീർച്ചയായും കാണാൻ പറ്റും. ഗ്ലേഷ്യർ അല്ലാത്ത സ്ഥലങ്ങളിൽ മൊത്തം ഇതുണ്ട്. ഇനി നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്, എല്ലാവർക്കും വിശപ്പുണ്ടാകും. വിശപ്പ് മാത്രമല്ല ഞങ്ങളുടെ ഫസ്റ്റ് റൈഡ്. നമുക്ക് വണ്ടി കിട്ടിയിരിക്കുകയാണ്. ക്യാമ്പർ വാൻ കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ക്യാമ്പർ വാനിൽ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, ബേസിക് സംഭവങ്ങൾ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഗേൾസ് ആൻഡ് ബോയ്സ് വരും. അപ്പോൾ ഇവിടെ ഐസ്ലാൻഡിലെ ചീപ്പായിട്ടുള്ള സൂപ്പർ മാർക്കറ്റ്സ് എന്ന് പറയുന്നത് ക്രോണൻ, പിന്നെ ബോണസ്, അങ്ങനെയുള്ള കുറച്ചാണ്. ബോണസ് നമ്മുടെ UK ലിഡിൽ പോലെയാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയി കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. ഷോപ്പിംഗ് അവിടെ നിൽക്കട്ടെ. ഫുഡ് മുഖ്യമെങ്കിലേ ഞങ്ങൾ ഡൊമിനോസിൽ കയറി ഒരു പിസ്സ അടിച്ചു. നമ്മൾ എന്താ ഓട്സ് അത്യാവശ്യത്തിന് വേണ്ട സംഭവങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തു. പാല്, എന്തൊക്കെ അവിടെ നിന്ന് കുക്ക് ചെയ്യാൻ പറ്റുക അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ചിക്കനൊക്കെ വാങ്ങിച്ചു. നമ്മൾ ക്യാമ്പറിൽ അല്ലെങ്കിൽ ക്യാമ്പ് സൈറ്റ്സ് പോയിട്ട് കുക്ക് ചെയ്യണം എന്നായിരുന്നു വിചാരിച്ചത്. അങ്ങനെ എല്ലാം വാങ്ങിച്ചതിന് ശേഷം എല്ലാം ലോഡ് ചെയ്യലായിരുന്നു പരിപാടി. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണും ഇവിടെ താഴെയൊക്കെ പുള്ളി ചെയ്തിട്ട് വെക്കാനുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് വെക്കാം. നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസസ് ഉണ്ട് ഇടയ്ക്ക്. അതുപോലെ തന്നെ ബാക്കിൽ കുറച്ച് സ്പേസ് ഉണ്ട്. ഇങ്ങനെ എല്ലാ സാധനങ്ങളും ലോഡ് ചെയ്ത് സെറ്റായി നമ്മുടെ ഫസ്റ്റ് ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തത് നേരെ പോയിട്ട് ഒരു നന്നായിട്ട് കിടന്നുറങ്ങുന്നത്. കാരണം ഈ യാത്ര മൊത്തം രാത്രിയായിരുന്ന കാരണം നമ്മൾ എല്ലാവരും ടയേർഡായിരുന്നു. അപ്പോൾ മര്യാദയ്ക്ക് ഉറങ്ങിയതിന് ശേഷം ബാക്കി ആലോചിക്കാം എന്നുള്ളതുകൊണ്ട് ഇന്ന് ഞങ്ങളൊരു എയർബിഎൻബി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോപ്പറായി ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞങ്ങൾ ആ എയർബിഎൻബിയുടെ അവിടെ എത്തിയിരിക്കുകയാണ്. അത് 5 മുസഫൽ ബാർ എന്നാണ് ആ എയർബിഎൻബിയുടെ പേര്. നല്ലൊരു സംഭവമായിരുന്നു.
ഞങ്ങൾ എത്തിയിട്ടുള്ള സമയം നിങ്ങൾ വിചാരിക്കും എന്തോ 5 മണിയാണെന്ന്. പക്ഷേ ഇത് രാത്രി 9 മണി 9 മണിയാണ് ഏറെക്കുറെ സമയം. ആക്ച്വലി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഐസ്ലാൻഡിൽ സമ്മറിൽ നൈറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഇപ്പോൾ കാണുന്നത്. ഇത്രയും ലൈറ്റ് സണ്ണൊന്നും സെറ്റ് ചെയ്യാതെ 9 മണിക്ക് രാത്രി 9 മണിക്ക് ഈ അവസ്ഥയിലാണ് നമ്മൾ കാണുന്നത്. ഇത് നമ്മൾ കയറിയ നമ്മുടെ എയർബിഎൻബിയുടെ റൂമാണ്. എനിക്ക് ഇതുവരെ നിന്ന എയർബിഎൻബിയിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട റൂമാണ്. ഈ ഐസ്ലാൻഡ് ട്രിപ്പിൽ തന്നെ ഏറ്റവും നല്ല വീടായിരുന്നു ഇത്. നല്ല അടിപൊളി ബാത്റൂം, പിന്നെ 3 റൂംസ് ഉണ്ടായിരുന്നു. ഒരു കിഡ് റൂമും 2 മെയിൻ റൂമും, പിന്നെ നല്ലൊരു വിശാലമായ അടുക്കള അല്ലെങ്കിൽ കിച്ചൺ. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും നന്നായി അന്ന് ഉറങ്ങാൻ പറ്റി എന്നുള്ളതാണ് സത്യം. പിന്നെ ഞങ്ങൾക്ക് ഇത് വെക്കൽ മാത്രമല്ല, കുറച്ച് സാധനങ്ങൾ നമ്മൾ വണ്ടി ഓഫ് ചെയ്യുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. എന്നിട്ട് മാത്രമല്ല, എന്തെങ്കിലും കുക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ഓപ്ഷൻ നാളെ കഴിക്കാൻ ഇന്ന് ഇവിടുന്ന് കുക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ കുക്കിങ്ങിൻ്റെ പരിപാടിയും ഒക്കെ ഇന്ന് നൈറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങാം എന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. കാണാനും നല്ല സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം നമ്മൾ TV ഒക്കെ കണ്ടൊന്ന് റിലാക്സ് ഒക്കെ ആയി. പിന്നെ നല്ല ഒരു വൈബുള്ളൊരു വീടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ചെറുതായി കഷ്ണങ്ങളൊക്കെ നുറുക്കി നമ്മളൊരു ചോറും കറിയും പിന്നെ ഒരു ഉപ്പേരി ക്യാബേജും ക്യാരറ്റും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്യാരറ്റ് നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഫെബ കുളിക്കാൻ പോയിരിക്കുകയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ സകലമാന സാധനങ്ങളും കുക്ക് ചെയ്തു. അതൊക്കെ ഒരു ഭയങ്കര നല്ല വൈബായിരുന്നു. നമ്മൾ പുറത്ത് പോയിട്ടൊരു സ്ഥലത്ത് പോയി കുക്ക് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു കാര്യമാണ്. കാരണം വേറൊരു വീട്ടിൽ നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എനിക്ക് മുമ്പും പല യൂറോപ്യൻ ട്രിപ്സിലും പോയപ്പോൾ ആ വീടുകളൊക്കെ നല്ല ഓർമ്മയാണ്. ഭയങ്കര നമ്മുടെ സ്വന്തം സംഭവങ്ങൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് വന്ന് കുക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രത്യേക ഫീലാണ്. കണ്ടില്ലേ, നമ്മൾ ഐസ്ലാൻഡിൽ വന്നിട്ടാണ് ഈ അരി വയ്ക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു രസം. അങ്ങനെ ഗുഡ് മോർണിംഗ് എവരിബഡി. അപ്പോൾ നമ്മൾ ഇന്നലെ നൈറ്റ് ഈ റൂം ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി ലൊക്കേഷനാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് എയർബിഎൻബി മോസ്ഫെൽ ബാറിലെ 5 ഇവിടെ ബുക്ക് ചെയ്യാവുന്നതാണ്. കാരണം അത് അടിപൊളി വീടായിരുന്നു. ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടാവും വീട്, അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഐ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ടു എവ്രി വൺ. വരുന്നവർ ഇവിടെ എടുക്കുന്നത് നന്നായിരിക്കും. ഒരു നൈറ്റോ അല്ലെങ്കിൽ ഇവിടെ 2-3 നൈറ്റ് സ്റ്റേ ചെയ്തിട്ട് തിങ് വില്ലർ പാർക്കിൽ പോകുന്നത് നല്ലൊരു ഓപ്ഷനായിരിക്കും. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഡേ 1 ടൂറ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ ഗോൾഡൻ സർക്കിൾ റൂട്ടാണ്. തിങ് വില്ലർ നാഷണൽ പാർക്ക് പോകുന്നു. അവിടെ നിന്ന് പോയിട്ട് നമ്മൾ ഗെയ്സറിൽ പോകും, ക്രേറ്ററിൽ പോകും, പിന്നെ കുറച്ച് വാട്ടർഫാൾസ് ഉണ്ട്, അവിടെ പോകും. അപ്പോൾ നമ്മൾ ഈ വഴിക്കാണ് പോകുന്നത്. നമ്മൾ ഒരുമിച്ചുള്ള യാത്ര തുടങ്ങുകയാണ്. അതിൽ ആദ്യം നമ്മൾ നമ്മുടെ ടീംസിനെ പരിചയപ്പെടാം. ഞങ്ങളുടെ ഡ്രൈവർ സ്പൾബറിനെ നമ്മൾ കാണാൻ പോവുകയാണ്. എന്താവെന്ന് അറിയത്തില്ല, എന്നാലും ഞങ്ങൾ വിടാൻ പോവുകയാണ്. അടുത്തതായി സ്പൾബറിന്റെ ഭാര്യ. നമുക്ക് പരിചയം. ക്യാമറമാൻ. I am the ultimate Mitzi. രാവിലെ നേരെ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ, നമ്മൾ ക്യാമ്പറിലല്ലേ, ബ്രെഡും ജാമൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഗൈസ്, സ്പൾബേഴ്സിന്റെ അഭാവത്തിൽ ഞങ്ങൾ വണ്ടി എടുക്കാൻ തീരുമാനിച്ചു. സ്റ്റിയറിംഗ് വീൽ അടിച്ച് ഞങ്ങളിവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുക ചുമ്മാ. ഫെബ ഓടിക്കുന്നതായിരിക്കും അടുത്തായിട്ട്. ഫ്രണ്ടിലുള്ള വണ്ടികളൊന്നും കാണത്തില്ല. ഞങ്ങൾക്ക് ഇവിടുത്തെ ഹോസ്പിറ്റൽ എവിടെ ഒന്ന് അറിയാം. അതെ, അതാണ് ആദ്യം അറിയേണ്ടത്. ഇവിടുത്തെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ നല്ല ധൈര്യം കാരണം വണ്ടിയൊക്കെ ലോക്ക് ചെയ്തിട്ടാ പോയത്. പ്രശ്നമില്ല. അതെ, പേടിക്കണം. കീ തന്നിട്ടുണ്ട്. കീ തന്നിട്ടുണ്ട്. അതെ അതെ അതെ. സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതോടുകൂടി എന്റെ വ്ളോഗിങ് അവസാനിക്കുന്നതാണ്. ഇതിന്റെ ലാസ്റ്റ് വ്ളോഗ് ആയിരിക്കും. വ്യൂ കിടിലം വ്യൂ. റോഡുണ്ടോ നേരെ അങ്ങനെ പോകുന്നത്. ഒരു ഭംഗിയുള്ള വീടുണ്ടല്ലേ അവിടെ. നാഷണൽ പാർക്ക്
അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ തിങ്വില്ലർ നാഷണൽ പാർക്കിലെത്തി. നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാട്ടർഫാൾ കാണുക എന്നുള്ളതാണ്. വാട്ടർഫാളിൻ്റെ പേര് പറയാൻ ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ എല്ലാ ഡെസ്റ്റിനേഷൻ്റെയും പേര് പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ താഴെ എഴുതി കാണിക്കലുണ്ടാവുള്ളൂ. പക്ഷേ പോകുന്ന വഴി നല്ല രസമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു എന്താ പറയുക, ഒരു ഇടുക്കാണ് ഇതിൻ്റെ ഇടയിൽ. എങ്ങനെയാണ് നമ്മൾ വാട്ടർഫാളിൽ എത്തുന്നത്? ഇതാണ് നമ്മുടെ വാട്ടർഫാൾ. ഞങ്ങൾ വരുമ്പോൾ നല്ല ക്ലൈമറ്റ് ആയത് കാരണം ചൂട് കൂടി നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി. എല്ലാവർക്കും ചൂടെടുക്കുകയാണ്. അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഐസ്ലാൻഡിലൊക്കെ ചൂടെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറെ പാർക്കിംഗ് സ്പേസുകളുണ്ട്. അപ്പൊ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ട് അവിടെ പാർക്ക് ചെയ്യണമെന്ന്. അപ്പൊ ഇതിൽ ഏറ്റവും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം P1 മുതൽ P5 വരെയുള്ള പാർക്കിങ്ങുകളെല്ലാം ഓൾമോസ്റ്റ് ഒരു 2-3 കിലോമീറ്ററിന്റെ ഉള്ളിലാണുള്ളത്. നമ്മൾ ഓരോ പാർക്കിങ്ങിലും പോയി കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും പേയ്മെന്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ വരുന്ന ആളുകൾ എന്ത് ചെയ്യാച്ചാൽ അത് ഫിറ്റ്നസ് ലെവലിനനുസരിച്ചിരിക്കും കേട്ടോ. P1 പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ P2, P3, P4, P5 ഉള്ള എല്ലാ ടൂറിസ്റ്റ് പോയിന്റുകളും നമുക്ക് ഈ P1 തന്നെ അങ്ങനെ തുടങ്ങി കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ഫാള് കണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ആ ഒരു മറ്റേ പ്ലേറ്റുകളുടെ ഇടയിലുള്ള ഒരു വാക്കിംഗ് ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ സ്നോർക്കലിന് വന്നിരിക്കുകയാണ് P5. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും പോവുകയാണെങ്കിൽ അവിടെയൊക്കെ പാർക്കിങ് ചിലത് ഫ്രീ ആണ്, ചിലത് പാർക്കിംഗ് കൊടുക്കണം. ഇപ്പോൾ P5 എന്തായാലും പാർക്കിംഗ് ഉണ്ട്. അവിടെ 750 കൊറോണ 750 കൊറോണയാണ് കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 5 പൗണ്ട് 6 പൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ നല്ലത് ഒന്നില്ലെങ്കിൽ P5 വരിക നേരെ, അല്ലെങ്കിൽ P1 വരിക. ഇത് ഒരു സ്ഥലത്തിട്ട് എല്ലാം കവർ ചെയ്യാൻ പറ്റും. ഡിപ്പെൻസ് ഓൺ യുവർ ഫിറ്റ്നസ്. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഐസ്ലാൻഡിൽ വന്ന ഒരു സാഹസികമായ പ്രവർത്തിക്ക് തയ്യാറായിരിക്കുകയാണ്. ഒരു അടി പോലും നീന്താൻ അറിയാത്ത ഞാൻ സ്നോർക്കലിങ്ങിന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കഴിഞ്ഞ് നിങ്ങൾ എന്നെ കണ്ടില്ലെങ്കിൽ അതിനകത്ത് ഞാൻ ക്ലോസ് ആയി എന്നുള്ളതാണ്. ലോകത്ത് ഒരു സ്നോർക്കലിംഗ് ചെയ്യാൻ പോകുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ചോറും കൂട്ടാനും കാബേജ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ലൈക്ക് ഇവിടെ പിക്നിക് ഏരിയാസ് ഉണ്ട് നമ്മൾ അയർലൻഡിൽ കാണുന്ന പോലെ. അപ്പോൾ നമ്മൾ ക്യാമ്പറിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഫെബയും ജോബിനും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് സ്നോർക്കലിങ്ങിന് നമ്മൾ പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ലൈഫിൽ 1 ടൈം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പേടി. ഇത് കാരണം ഞാനത് റെഡി ഈ സാഹസത്തിന് മുതിർന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോകണം. ക്യാബേജ് തോരൻ, ക്യാബേജ് പ്ലസ് ക്യാരറ്റ് അല്ലേ? ഞാൻ കുറച്ച് മോഡേൺ ആണ്. ഇവിടെ കുറച്ച് മോഡേൺ, നമ്മുടെ സ്പൾബർ കുറച്ച് മോഡേൺ ആണ്. And I'm very white. എന്താണ് മോള് പറയൂ? I'm very white because I'm eating rice and curd, which are both white items. Okay. Nice. And I accidentally spilled നമ്മുടെ some സ്ഥിരം rice. ക്ലാസിക് തൈര് കറി. അതെ. പിന്നെ പ്രശാന്ത് Would you like some rice? Because if you do, I'm not. ഇല്ലില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ അടുത്ത പരിപാടി സ്നോർക്കലിംഗ് ആയിരുന്നു. ഞാനും സ്നോർക്കലിങ്ങിന് ബുക്ക് ചെയ്തിരുന്നു എങ്കിൽ പോലും എനിക്ക് പറ്റിയില്ല. കാരണം സ്വിമ്മിങ് അറിയാത്തത് കൊണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് സ്വിമ്മിങ് അറിയേണ്ട ഒരു വിഷമം തോന്നിയ ദിവസമാണിത്. അപ്പോൾ സ്വിമ്മിങ്ങിന് പറ്റിയില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. പക്ഷേ നമ്മൾ ഓൺലൈൻ സൈറ്റ്സിലൊക്കെ നോക്കിയാൽ അങ്ങനെ പറയില്ല. അവർ പറയും സ്നോർക്കലിംഗ് ചെയ്യാൻ സ്വിമ്മിങ് അറിയണ്ടാന്ന്. പക്ഷേ എൻ്റെ പൈസ കുറച്ച് പോയി അത് കാരണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വിമ്മിങ് അറിഞ്ഞാലും സ്നോർക്കലിംഗ് ഒന്ന് ഇങ്ങനത്തെ നമ്മളിവിടെ ഡൈവ് ചെയ്യാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോണ്ടിനെൻറ്റ്സ് അല്ല, ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ, അതായത് യൂറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ അമേരിക്കൻ ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ ഇടയിലുള്ള ഏരിയയിലൂടെ നമ്മൾ സ്നോർക്കൽ ചെയ്യാനാണ് പോകുന്നത്. അതായത് വെരി ഡീപ്പാണ്, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇതിൻ്റെ പല വീഡിയോസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഞങ്ങളുടെ കയ്യിൽ ഗോപ്രോ ഇല്ലാത്തതുകൊണ്ട് അത് കിട്ടിയില്ല. മാത്രമല്ല പ്രശാന്തേട്ടൻ കുറച്ച് ദൂരെ പോകാൻ പറ്റുള്ളൂ. വെള്ളത്തിൻ്റെ തണുപ്പ്
നമ്മൾ ഇന്ത്യയിൽ നിന്നൊന്നും വരുന്ന ആൾക്കാർക്ക് അത് വെച്ച് നീന്താനൊന്നും കഴിയില്ല. ഈവൻ ദോ ദിസ് ക്ലോത്ത് ഈസ് ലൈക്ക് കംപ്ലീറ്റ്ലി കവേർഡ്, അതിലൂടെ വാട്ടർ കയറും നമ്മുടെ കൈ കൂടെ. അപ്പോൾ വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്ക് തണുത്തുറഞ്ഞിട്ട് പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് പ്രശാന്തേട്ടൻ പകുതി വരെ കുറച്ച് ദൂരമേ പോയുള്ളൂ, അത് കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു ചെറിയ ഇടയിലൂടെ കൂടെയാണ് നമ്മളെ അങ്ങോട്ട് കയറ്റുന്നത്. ആദ്യമൊക്കെ ഷാലോ വാട്ടർ ആയിരിക്കും, പിന്നെ അങ്ങോട്ട് കുറച്ച് ഡീപ്പായിട്ട് പോകും. പിന്നെ ഏറ്റവും രസം, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് നന്നായി ഇത് ചെയ്യാൻ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ ഒരു ഗോപ്രോയോ അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിൽ വെക്കണം. ഇവരും നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തു തരും, പക്ഷേ എന്നിരുന്നാലും നിങ്ങളുടെ കയ്യിൽ ഗോപ്രോണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ക്ലിപ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ റെഡിയായി ഇറങ്ങാൻ നോക്കുവാണ്. ഇവിടുത്തെ മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്കിൽസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അല്ലാത്തവർ ഇത് നിൽക്കണ്ട, അതിന് അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ട്. ആർട്ടിക് അഡ്വഞ്ചർ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ഇതൊക്കെ പ്രീ ബുക്ക്ഡ് ആയിരുന്നു. നമ്മൾ സ്നോർക്കലിംഗ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ടയർഡായി. ഇന്നത്തെ ഇവിടെ നിന്നുള്ള പരിപാടി കഴിഞ്ഞ് നമ്മൾ മെല്ലെ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത്, നല്ല വെതർ ആയതുകൊണ്ട് തന്നെ ടീഷർട്ടൊക്കെ ഇവിടെ നിന്ന് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഐസ്ലാൻഡിൽ നിന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ഞാൻ ക്യാമറിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ സാധനം പൊക്കുക, നമ്മൾ പൊക്കി വെക്കണം. എന്നിട്ട് ഇത് നമ്മൾ ഇവിടെയാണ് ഇത് ഓൺ ആക്കുന്നത്. ഇത് ഓണായി ഇത് യൂസ് ചെയ്ത ശേഷം ഇതിന്റെ ചൂട് മൊത്തം പോയതിനു ശേഷം ഇത് അടയ്ക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും. ഓക്കെ, ഇത് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് താക്കുക, എന്നിട്ട് ഏത് ബാനറാണ് ഓൺ ആക്കേണ്ടത് അത് തിരിക്കുക. ഇത് ഓണായി. ഇത് ഇങ്ങനെ സ്പീഡ് കൂട്ടാം. ഇത് ഇതിൽ 3-ലും വർക്കാവും. ഇത് കത്തി. ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഗ്യാസ് ഓൺ ആക്കണം. ഗ്യാസ് വണ്ടിയുടെ ബാക്കിൽ. ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് പുറകിലത്തെ ഗ്യാസ് ഓൺ ആക്കണം. അത് ഓൺ ആക്കുന്നതിന് മുമ്പ് വണ്ടി ഒരിടത്ത് ഓഫ് ആയിരിക്കണം. വണ്ടി സ്റ്റഡി ആയിട്ട് എവിടെ ഇരിക്കണം. വണ്ടി ഓൺ ആവുന്ന സമയത്ത് ഗ്യാസ് ഓൺ ആക്കാൻ പാടില്ല. എല്ലാം കണ്ടീഷൻ ആയിരിക്കും. ഇനി നിങ്ങൾ കുക്ക് ചെയ്തത് ഗ്യാസ് ഓൺ ചെയ്യണം. അതെ, ആർക്കെങ്കിലും ബണ്ണ് വേണോ? മറ്റേ ഒന്നെടുത്തോളൂ. ഏത് ബണ്ണ്? അങ്ങനെ ഈ ഗോൾഡൻ സർക്കിൾ റൂട്ടിലെ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ കെറിഡ് ക്രേറ്റർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നല്ല വെതറായിരുന്നു, വീണ്ടും പറയാം. അതുകൊണ്ട് ഫോട്ടോസൊക്കെ നന്നായി വന്നു, വീഡിയോസൊക്കെ വന്ന പോലെ തോന്നി. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ വോൾക്കാനിക് ആക്ടിവിറ്റി കൊണ്ടുണ്ടായ ഈ ഒരു കുളത്തിൻ്റെ കളർ ആക്ച്വലി കുളമല്ല, ലേക്കാണ്. അത്രയും ഡീപ്പുള്ള ഒരു സംഭവമാണ്. ആൻഡ് ഇത് ഭയങ്കര ഹ്യൂജാണ്. നമുക്ക് കാണുമ്പോൾ ഒരു ചെറിയ സംഭവമായിട്ട് തോന്നും, പക്ഷെ ആക്ച്വലി ഇതിൻ്റെ താഴെ കൂടെയൊക്കെ ആളുകൾ നടക്കുന്നുണ്ട്. അത് ഒരു ടർക്വിഷ് അല്ലെങ്കിൽ അക്വമറൈൻ കളറായിട്ടാണ് കാണപ്പെടുന്നത്. ഐസ്ലാൻഡിലെ കിറിയോ കാണുന്നുണ്ടോ ബാക്കില്? ഇത് നമുക്ക് തോന്നും കുളം ചെറുതാണ്, കണ്ടു കഴിഞ്ഞാൽ ഒരു നാട്ടിലൊരു കോറിയിൽ വെള്ളം നിറഞ്ഞ ഫീലാണ്. പക്ഷെ കാലക്കണക്കെ കുറെ കാലങ്ങൾക്ക് മുന്നേ അഗ്നിപർവ്വതം പൊട്ടി ലാവയെ ഒഴുകിയിരുന്ന ഒരു മുഖമാണ്. ഇതിന്റെ അടിയിൽ ഇപ്പോഴും കറങ്ങി നല്ല ഭീകരമായ ലാവ കണ്ടോ വ്യൂ. ഇതാണ് മുകളിലുള്ളതാണ് കേട്ടറിന്റെ. True, because volcanoes don't have water.